ഇതാ ലോകം കാത്തിരുന്ന ആ നിമിഷം. ലോക ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സുനിത വില്യംസും ബുച്ച് വിൽമോറും ക്രൂ 9 ദൗത്യത്തിലെ മറ്റ് 2 അംഗങ്ങൾക്കൊപ്പം സുരക്ഷിതമായി ഭൂമിയിലിറങ്ങി. ഇന്ന് ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 മെക്സിക്കോ ഉൾക്കടലിൽ സുരക്ഷിതമായി ഇറങ്ങിയ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിന് അരികിലേക്ക് സ്പേസ് റിക്കവറി കപ്പൽ എത്തി. ആദ്യം നിക് ഹേഗ്, മൂന്നാമതായി സുനിത വില്യംസ്. പുഞ്ചിരി തൂകി ഓരോ യാത്രികരും പേടകത്തിന് പുറത്തിറങ്ങിയതോടെ ലോകത്തിന് ആശ്വാസമായി. മെക്സിക്കോ ഉൾക്കടലിൽ ലോകത്തിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടി സുനിത വില്യംസും കൂട്ടരും പറന്നിറങ്ങിയ ആ ആശ്വാസ കാഴ്ച നമുക്ക് കാണാം. ക്രൂ 9 ലാൻഡിങ്ങിന് ശേഷം സുനിത വില്യംസും സംഘവും ഡ്രാഗൺ പേടകത്തിന് പുറത്തിറങ്ങി. കൈ വീശി കാണിച്ച് ചിരിച്ചുകൊണ്ടാണ് സുനിത വില്യംസ് പുറത്തിറങ്ങിയത്. നിക് ഹേഗ് ആണ് യാത്രക്കാരിൽ ആദ്യം പുറത്തിറങ്ങിയത്. മൂന്നാമതായി സുനിതയും പുറത്തിറങ്ങി. യാത്രികരെ നിലവിൽ സ്ട്രെച്ചറിൽ വൈദ്യപരിശോധനയ്ക്കായി മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയൂ, എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.